ഇതൊരു ചട്ടി ഫ്രൈയിങ് പാനാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചാൽ 450-500 രൂപ കൊടുത്തു. ഒരു സാധാ മൺചട്ടി. അത് പക്ഷേ ഒരു ഫ്രൈയിങ് പാനാണ്. അതായതാന്നൊക്കെ പറഞ്ഞ് വലിയ 1500 വാങ്ങിച്ച് മമ്മി ഒരെണ്ണം വാങ്ങിച്ച് ഇവിടെ അമേരിക്കയിൽ കൊണ്ടുവന്നു കേട്ടോ. പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിടിയും നമ്മൾ ഈ ഫ്രൈയിങ് പാൻ പോലെ, അതായത് നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാൻ പോലെ ചെയ്യാമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. എന്നിട്ട് എന്താ പറയാനാ, ഇവിടെ വന്ന് എണ്ണ ഒഴിക്കുക, എണ്ണയെല്ലാം അതിനകത്തോട്ടങ്ങ് പോകും. ആദ്യം അത് ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്തു. എന്നിട്ടും എണ്ണയെല്ലാം ഇതിനകത്തങ്ങ് പിടിക്കുക, ചട്ടിക്കകത്ത് പിടിക്കുക, ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ അടിയൊക്കെ നമ്മൾ അടുപ്പേ വെക്കുമ്പോൾ അടിയൊക്കെ കരിഞ്ഞ് ഒരുമാതിരി പരുവമായി, പുക വരുന്നു, പുകയ്ക്കാതെ വല്ലാത്തൊരിത്. പിന്നെ എന്തോ ഇത് കളയാൻ പറ്റും. നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ഇതാണ്. പിന്നെ എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ഐഡിയ ഉണ്ടായി, ഞാനത് ചെയ്യാൻ പോവുകയാണ്. ചെയ്തിട്ട് ബാക്കി വീഡിയോ ഇടാം. നാട്ടിൽ നിന്ന് അന്യായം പിടിച്ച് വില കൊടുത്ത് വാങ്ങിച്ച ആ ഫ്രൈയിങ് പാൻ അവസാനം ഞാനതിനെ ഒരു ക്ലോക്ക് ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളൊക്കെ ഇട്ട് വേറൊരു ക്ലോക്കിൻ്റെ മെഷീൻ എടുത്ത് ഇതിൻ്റെ സൂചികളും എല്ലാം വെച്ച് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. മെഷീൻ ബാക്ക് സൈഡിൽ പിടിപ്പിച്ച് അതിൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കി 2 സൂചിയും വെച്ചു. മേളിലൊരു സ്ക്രൂ ഇതുണ്ട്, നട്ടുണ്ട്, അതും ഇട്ട് മുറുക്കണം. അങ്ങനെ സൂചിയൊക്കെ വെച്ചു. ഇനിയും കുറച്ച് പണിയും കൂടെയൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് നമ്പറുകൾ വേണ്ടേ, നമ്പറുകൾ ഒട്ടിക്കണം. അതിന് ഞാൻ കുറച്ച് നമ്പറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്പർ അങ്ങനെ ഒരു പാക്കറ്റായിട്ട് വാങ്ങിച്ചാൽ ഈ നമ്പറുകൾ അങ്ങോട്ട് ഒട്ടിക്കാം. അങ്ങനെ ക്ലോക്ക് ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാറ്ററി ഇടണം. ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, നോക്കി എല്ലാം ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. നമ്പറുകളെല്ലാം ഒട്ടിച്ച് അടിപൊളി ഒരു ക്ലോക്കായി. എല്ലാം ഇനി ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ബാക്കി. ഇപ്പോൾ ഇവിടെ 7:13 7:13 റെഡിയാക്കി വെക്കാം. 7:13 7:13 ഓക്കെ. അങ്ങനെ ക്ലോക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം റെഡിയായി. ടൈമൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് ടൈം ഓടുന്നുണ്ട്. ഇതിലിപ്പോൾ 9:11 12 കണ്ടായിട്ടുണ്ട്. അതിൻ്റെ മൈക്രോവേവിൽ 9:11 കറക്റ്റായിട്ട് ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം വേസ്റ്റ് ആക്കരുത് എന്ന് കാണിച്ചാണ്. എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ കിച്ചണിനകത്തെ ഒരു വിൻഡോയാണ്. അപ്പോൾ വിൻഡോയിലോട്ട് ഇങ്ങനെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി, ഒരു ഹോം മെയ്ഡ് സ്റ്റാൻഡ്. അപ്പോൾ അതിലിങ്ങനെ വെച്ചാൽ ഇങ്ങനെ കൗണ്ടറിലൊക്കെ വെക്കാം, കിച്ചൺ കൗണ്ടറിൽ വെക്കാനും നല്ലതാണ്. നമുക്ക് പൂവൊക്കെ ചുമ്മാ ഇറക്കി വെച്ചതാണ്. നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം ഇനി, മെറ്റലിൻ്റെ.